നമസ്കാരം. മറയൂരിലെ ചന്ദനമുള സംബന്ധിച്ച് വനം വകുപ്പിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്ന് സംഭവം പുറത്തെത്തിച്ച CPM ഇന്ദിരാനഗർ ബ്രാഞ്ച് സെക്രട്ടറി TK കനകാസി. കഴിഞ്ഞ ദിവസമാണ് മറയൂർ കോവിൽക്കടവിൽ സഹായഗിരി ആശുപത്രിക്ക് എതിർവശത്തുള്ള സ്ഥലത്തു നിന്നും ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടതായുള്ള വിവരം പുറത്തുവരുന്നത്. കനകാസിൻ അറിയിച്ചതനുസരിച്ച് മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തി പരിശോധിച്ച് ചന്ദനമരങ്ങൾ വെട്ടിക്കളത്തിയായി സ്ഥിരീകരിക്കുകയും വാർത്ത നൽകുകയുമായിരുന്നു. ഇത് സംബന്ധിച്ച് കനകാസിന്റെ വിശദീകരണം ഇങ്ങനെ. എൻ്റെ പേര് കനകാസിയൻ. ഞാൻ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇന്ദിരാനഗർ ബ്രാഞ്ചാണ്. അഭയ ട്രസ്റ്റിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അഭയ ട്രസ്റ്റിന് സമീപത്തുള്ള ചന്ദനമരങ്ങൾ മോഷണം പോയിരിക്കുന്നതായിട്ടും ആ മരങ്ങൾ അഭയ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതെന്നുള്ള രീതിയിലൊരു വാർത്ത വന്നു. ആ വാർത്ത തികച്ചും തെറ്റാണ്. അത് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ കൊടുത്ത തെറ്റായൊരു വാർത്തയാണ്. കാരണം അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഈ അഭയ ട്രസ്റ്റ് വരുന്നത് വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഒരു 25-30 വർഷം കഷ്ടിച്ച് ആകുന്നുള്ളൂ. എനിക്ക് 50 വയസ്സിന് മേളിലുണ്ട്. അപ്പം ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം ആശ്രമംകാര് വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവരെ അവിടെ നെൽകൃഷി ചെയ്തിട്ടുണ്ട്, കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തിരിക്കുന്ന ബിൽഡിങ് ബാങ്ക് കെട്ടിടമായിരുന്നു. ബാങ്കിന് വാടക കൊടുത്ത കെട്ടിടമാണ്. അപ്പൊ അതിന്റെ കിഴക്കും വടക്കും കിടക്കുന്ന സ്ഥലമാണ്. ഈ വടക്ക് വശത്ത് കിടക്കുന്ന പാറ സർക്കാർ പുറമ്പോക്കാണ്, റവന്യൂ തരിശെന്നുള്ള രീതി കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ വാർത്ത കൊടുത്തത് ഞാനാണ് ആദ്യമേ വാർത്ത കൊടുത്തിരുന്നത്. അതിന്റെ ഭാഗത്ത് ഇഷ്ടം പോലെ മരങ്ങൾ, വൻതോതിൽ മരങ്ങൾ പോയിട്ടുണ്ടെന്നും പറഞ്ഞ് വാർത്ത കൊടുത്തത് ഞാനാണ്. വാർത്ത കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ തലേദിവസം ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ശേഷം ഞാൻ എൻ്റെ നാൽക്കാലികളായിട്ടുള്ള സാധനങ്ങളെ താഴത്തെ എൻ്റെ കുടുംബസ്വത്തായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടേ കെട്ടി രാത്രി ഞാൻ അഴിക്കാൻ പോയ സമയത്ത് കമ്പിയും മറ്റുള്ള സാധനങ്ങളും എല്ലാം കിടക്കുന്ന കണ്ട് സംശയം തോന്നി. ഞാൻ അന്നേരം എന്റെ കയ്യിലുണ്ടായിരുന്ന അരണ്ട വെട്ടിച്ച് ചുറ്റും അടിച്ചു നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ഈ സാധനം മാത്രം എടുത്ത് നേരെ ഫോറസ്റ്റുകാർക്ക് കൈമാറി. അതിനുശേഷം ഫോറസ്റ്റുകാരുടെ സാരത്തിൽ മൊത്തം ചുറ്റും അരിച്ചു പിറക്കി നോക്കി വന്നപ്പോൾ എന്റെ പശുവിന്റെ കയറ് കണ്ടിച്ചിട്ടെങ്ങുന്നുണ്ട്. ഈ കയറ് കണ്ടിച്ചു വിട്ട് ഒരു പശുവിനെയും കിട്ടി, പിന്നെ എനിക്കൊരു കാളയും കിട്ടിയുള്ളൂ. ഒരു കാളയെ കാണാൻ ഫോറസ്റ്റുകാർ വന്ന് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ നോക്കിയിട്ട് അവർ പോയി. അതിനുശേഷം അന്ന് രാത്രി തന്നെ മറയൂര് പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞ അന്നത്തെ അവിടുത്തെ CA അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വന്ന് അന്ന് രാത്രി വന്ന് അവരുടെയും കൂടെ സാധനത്തിൽ അന്വേഷിച്ചപ്പം ഈ സംഭവം എന്റെ അടുത്ത കാളയെ കിട്ടി. അതിനെ ഇതുപോലെ കയറ് കണ്ടിച്ച് വിട്ടേക്കുമായിരുന്നു. അപ്പൊ 2 കന്നുകാലിയുടെ കയറ് കണ്ടിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലൊരു സംശയം വന്നു. ആ സംശയത്തിന്റെ പുറത്താണ് പിറ്റേ ദിവസം രാവിലെ ഈ പരിസരത്ത്, കാരണം ഇതിനു മുമ്പ് മരം പോയിട്ടുള്ളത് കൊണ്ട് ഈ മരം പോയേക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് നോക്കി. അവിടെ നോക്കിയപ്പോഴാണ് ഉണങ്ങിയ മരങ്ങൾ ഉൾപ്പെടെ പോയിരിക്കുന്നത്. ഈ ഉണങ്ങിയ മരം പോകുന്നതിന് മുമ്പ് ഈ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞു, അതായത് വിൻസെൻസ് ആശ്രമത്തിലെ പുതിയ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതുപോലെ ആ നിൽക്കുന്ന മരങ്ങൾ നിങ്ങളൊരു പരാതി കൊടുത്ത് ആ മരം എടുപ്പിക്കാൻ പോയി. അച്ഛൻ ചെയ്തോളാം ഇച്ചിരി തിരക്കാന്ന് പറഞ്ഞു. കാരണം അവരുടെ ആശ്രമ പള്ളിയുടെ ഇത് വെഞ്ചരിപ്പുമായി ബന്ധപ്പെട്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് വെഞ്ചരിപ്പിന്റെ തിരക്കാണ്. അത് കഴിയുമ്പോൾ ചെയ്തോളാം കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ആശ്രമ സ്ഥലം എങ്ങനെ അഭയ ട്രസ്റ്റിന് വരും? അഭയക്ക് ആകെ കൂടെ കൊടുത്തേക്കുന്ന ആ വഴി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അഭയക്ക് വഴി കൊടുത്തേക്കുന്നത് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ അച്ഛന്മാരാണ് എഴുതി കൊടുത്തേക്കുന്ന വഴി. ആ വഴി അഭയക്ക് മാത്രമായിട്ട് കൊടുത്ത വഴി. അതിനുശേഷം പഞ്ചായത്ത് തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക് വഴി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വഴി വേണ്ടുന്നപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ആശ്രമംകാരുമായി ഇടപെട്ട് കഴിഞ്ഞപ്പം ആശ്രമംകാർ ചേർന്നാണ് കൊടുത്തിരിക്കുന്നത്. ആശ്രമംകാരാണ് കൊടുത്തിരുന്നത്. ഈ ആശ്രമംകാർ കൊടുത്തപ്പം പള്ളിക്ക് അല്ല പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആശ്രമത്തിന് അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊന്ന്. ഈ ബാങ്ക് കെട്ടിടം എന്ന് പറയുന്ന സംഭവം ഇന്ന് അവിടെ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്, ഗ്രീൻ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ആ കെട്ടിടം ഇരിക്കുന്ന ആരുടെ? അതും ആശ്രമത്തിന്റെ അല്ലേ? ആ ആശ്രമംകാര് വെള്ളം എടുക്കുന്ന കിണറാര് കൊടുക്കുക? അവിടെ വർഷങ്ങളായിട്ട് കിണറുണ്ട്. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളമാണ്
ഇവിടെ മേളിലൊരു ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റൽ. ആ സഹായ ഹോസ്റ്റലോട് ചേർന്നുണ്ട്. ആ ഹോസ്റ്റലിലേക്കും ഈ സഹായ ഹോസ്റ്റലിന്റെ സ്ഥലത്തും ഒക്കെ എടുക്കുന്ന വെള്ളം എടുക്കുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി മോട്ടർ വെച്ചു. ഇന്ന് ആ കിണർ പൊട്ടിപ്പൊളി കിടക്കും. ആ തോട്ടിലെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി വന്ന് കിണർ പൊളി. എന്നാലും ആ വെള്ളമാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ആശ്രമക്കാരെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. ആശ്രമക്കാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിന് ചുറ്റും മുള്ളുവേലി ഇട്ട് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് തേക്ക് വെച്ചിട്ടുണ്ട്, അതേപോലെ മാഞ്ചിയം വെച്ചിട്ടുണ്ട്. ഈ മാഞ്ചിയ മരങ്ങള് നേരത്തെ ഇവര് കുറെ മുറിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തു. മുറിച്ചു കൊടുത്ത സമയത്ത് ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തകര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ തടി കൊണ്ടുവന്ന് തടഞ്ഞു. ആ തടഞ്ഞത് പോയതിനു ശേഷം പിന്നെ ആശ്രമക്കാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കാതിന്റെ കാര്യം അത് റവന്യൂ ഭൂമി ആയിരിക്കുമെന്നാണ് എന്റെ ഊഹം. കാരണം അഭയ്ക്ക് അവിടെ സ്ഥലമില്ല. അഭയ്ക്ക് സ്ഥലം കൊടുത്തത് എന്റെ അപ്പം കൊടുത്ത സ്ഥലമാണ്. എന്റെ അപ്പന്റെ വക സ്ഥലം ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ അപ്പന് കിട്ടിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ അപ്പൻ പട്ടനാളുകളുടെ മുഖ്യമന്ത്രിയായ സമയത്ത് കോളനി കൊടുത്തപ്പോൾ പെരിയവേൽ എന്ന സ്ഥലത്ത് കൊടുത്ത സ്ഥലത്തിന് പകരം ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം. ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തില് ഞങ്ങളുമായിട്ട് കേസ് വഴി തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠന്മാർ രണ്ടുപേരെ പഠിപ്പിക്കുന്ന മുന്നോട്ടുള്ള പഠനത്തിന് ആവശ്യത്തിനായിട്ട് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവിടെ രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ണി എന്ന് പറയുന്ന പുള്ളിക്ക് സ്ഥലം കൊടുത്തതാണ്. പുള്ളി ടൈലറായിരുന്നു. ഇവിടെ കുറെ കാലം ഉണ്ടാണ്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മല്ലിക. അപ്പോ ഈ ഇവർക്ക് കൊടുത്ത സ്ഥലം അവർക്ക് സ്ഥലം വിൽക്കേണ്ട സമയം വന്ന സമയത്ത് കേസിൽ കിടക്കുന്ന സ്ഥലമാണ്, കൈവശം കൊടുത്ത സ്ഥലത്താണ് ഇവര് താമസിച്ചത്. അപ്പം അവരുടെ ബന്ധുവായിട്ടുള്ള മോഹനൻ നായർ നാൾ കൊടുത്തു. മോഹനൻ നായർ വരജ ഇവർക്ക് കൊടുത്തു ധന്യാവിലാസം. ഇവർക്ക് വിൽക്കേണ്ട സമയം വന്നപ്പോൾ ഇവരും കുറച്ചു കാലം വരുന്നു. അതിനുശേഷം അവരും നാട്ടിലേക്ക് പോകാന്നുള്ള രീതി വന്ന സമയത്ത് ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ചേർത്തല സ്വദേശിയായിട്ടുള്ള ജോജി കുറ്റിക്കൽ എന്ന അദ്ദേഹം ഇങ്ങനെ ആശ്രമം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് മറയൂരിൽ വരികയുണ്ടായത്. മറയൂരിൽ വരികയെടുക്കുകയും ചെയ്ത് മറയൂരിൽ വന്ന സമയത്ത് ഞങ്ങൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്ന് സഹായി പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അവൻ അഭയ ട്രസ്റ്റിന് വേണ്ടി എലനിക്കൽ ജോർജ് കുട്ടി എന്ന ആളിൽ നിന്ന് ആ കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ നടത്തിക്കൊണ്ടു. ഇവിടെ തെരുവിലലിഞ്ഞ് നടക്കുന്ന മുടി ചീകാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് മുറിവുകളുള്ളതും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ തിരിഞ്ഞു നോക്കാത്തതുമായിട്ടുള്ള ഗംഗൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ കൊണ്ടായിരുന്നു. നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി നല്ല വിദ്യാഭ്യാസമുള്ള അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെയുള്ള ആളുകളെ നിരവധി ആരുമില്ലാത്ത ആളുകളെ അനാഥരായ ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവന്ന രോഗമുള്ള ആളുകളെയും അതുപോലെ ഭ്രാന്ത് പിടിച്ച ആളുകളെയും ഒക്കെ കൊണ്ടുവന്ന് നോക്കിയെടുക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരന് ഒരു പ്രസ്ഥാനത്തിന് സ്ഥലം വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളാണ് പറഞ്ഞ് ഇന്ന പോലെ പുള്ളിക്കാരന്റെ സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്ഥലം മേടിക്കുന്നത്. ഈ സ്ഥലത്തും 1 ഏക്കർ 1.5 ഏക്കറോളം സ്ഥലമേ ഉള്ളൂ. അഭയുടെ പേരിലുള്ളൂ. ആ സ്ഥലം വന്നിട്ട് ആദ്യം അദ്ദേഹം മുള്ളുവേലി ഇട്ടു. മുള്ളുവേലി ഇട്ടതിന് ശേഷം പിന്നീട് അത് കഴിച്ചിട്ട് അദ്ദേഹം ചുറ്റും അതിലെ കാലക്രമേണ ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയ പലരുടെ സഹായത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം ചുറ്റും അതിൽ കുറെ കെട്ടി. കുറെ ഭാഗം നെറ്റുവേലി ഇട്ടു. ഇതിട്ടാണ് അദ്ദേഹം അത് സംരക്ഷിച്ചു വരുന്നത്. അതിനകത്തുള്ള സംരക്ഷിക്കാൻ ഇതിനകത്തുണ്ടാകുന്ന ആളുകൾ 1-2 തവണ ചാടിപ്പോയിണ്ടായി. ഒരാള് ചാടിപ്പോയി മരണം ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്തു. ആളുകൾ ചാടിപ്പോകുന്നുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചുറ്റുവേലി കെട്ടി. അതിനകത്ത് പുള്ളിക്ക് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് ഇതല്ലാതെ വേറൊന്നുമില്ല. പുള്ളി വേറെ രീതിയിൽ പോകുന്ന ഒരാളല്ല. പുള്ളിക്ക് അങ്ങനെ ധനമോഹം ഉള്ളത് ആളല്ല. പുള്ളി ഈ പ്രസ്ഥാനമായിട്ട് തുറന്നു പൊക്കോണ്ടിരിക്കുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പോയി. അദ്ദേഹത്തെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. പക്ഷെ ഇത് ഉദ്യോഗസ്ഥൻ കാണിച്ചത് അങ്ങേയറ്റത്തെ തെറ്റായ രീതിയിലുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത പിൻവലിക്കാത്ത പക്ഷം ഇദ്ദേഹത്തിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതോടൊപ്പം തന്നെ അഭയ ട്രസ്റ്റ് എന്നുള്ള അവരും കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. കാരണം ആരാരുമില്ലാത്ത അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുവാനായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങി ആ പ്രസ്ഥാനമായിട്ട് ഇരിക്കുന്ന ആളുടെ മുഖത്ത് കരിവാരി തെക്കുന്ന രീതിയിലുള്ള തെറ്റായ വാർത്ത കൊടുക്കരുത്. ഞാൻ ആവശ്യപ്പെട്ട വില്ലേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വില്ലേജിൽ കൊടുത്തേക്കുന്ന പേപ്പറാണ് ഈ കാണുന്നത്.
ഞാൻ ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഈ പേപ്പർ. ഇത് ചോദിച്ചേക്കുന്ന കാര്യം ഇത് റവന്യൂ ഭൂമിയാണോ, ഇത് ആശ്രമ സ്ഥലമാണോ, അത് നമുക്ക് വ്യക്തത വരുത്തണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അത് കിട്ടാൻ ഇച്ചിരി താമസം നേരിടുന്നു. കാരണം ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെ ഈ SIR പുറകെ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി തിരക്കാണ്. അതുകൊണ്ടാണ് ഇത് കിട്ടാൻ വന്നത്. എന്തായാലും ഈ ആഴ്ച എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ മാധ്യമങ്ങളെ കാണും. അത് സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരും. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.